ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ പേയിൽ വന്നിട്ടുള്ള 3 ഇൻട്രസ്റ്റിംഗ് ആകുന്ന ഒരു 3 ട്രിക്കുകളെ കുറിച്ചാണ്. സോ നിങ്ങളൊന്നും ചിലപ്പോൾ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നുണ്ടാകും, പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള കുറച്ച് ചെറിയ ഒരു ട്രിക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്നുള്ളതാണ്. സോ ഇത് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റീവ് ആകുന്ന ഈ ഒരു ട്രിക്സാണ്. സോ നമുക്കിപ്പോൾ ഗൂഗിൾ പേ ആധാർ കാർഡ് വെച്ചിട്ടും അതുപോലെ തന്നെ ഗൂഗിൾ പേയുടെ UPI ചേഞ്ച് ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് നമ്മൾ ഗൂഗിൾ പേനെ കുറിച്ച് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. സോ അതിൽ ഗൂഗിൾ പേയുടെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയമാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോട്ട് കിടക്കാം. സോ ഇതുപോലെ തന്നെ യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് എന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ ഇൻസ്റ്റ ID പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ മെസ്സേജ് ചെയ്യുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ ആ 3 ട്രിക്കിലെ ഒന്നാമത്തെ ട്രിക്ക് എന്താണ് നമുക്ക് നോക്കാം. ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. സോ താഴോട്ട് വരിക, ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതെല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററികളൊക്കെ നിങ്ങൾക്ക് അവിടെ ആയിട്ട് കാണാൻ സാധിക്കുമല്ലോ. സോ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മാത്രം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് 10-ാം തീയതിയാണ്, അതായത് ഒക്ടോബർ, ഇപ്പോൾ ഈ ഒരു മാസം നവംബർ ആണ്. സോ ഒക്ടോബറിൽ 10-ാം തീയതി അല്ലാന്നുണ്ടെങ്കിൽ 17-ാം തീയതിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ 17/10/2024 എൻ്റർ ചെയ്യുന്നു. സോ ആ ഒരു ദിവസത്ത് മാത്രം നടന്നിട്ടുള്ള ട്രാൻസാക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആ ഒരു മാസത്തിൽ നടന്ന മാത്രം ട്രാൻസാക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് ആ 17 തന്നെ തട്ടിയാൽ മതി. ആ 10/24/2024 അത്രയും കൊടുത്താൽ മാത്രം മതി. ആ ഒരു 10-ാം മാസത്തെ ഏത് മാസമാണോ ആ ഒരു മാസത്തെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മാത്രം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല ഒരു അടിപൊളി ട്രിക്കാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ ഫ്രണ്ട് പേജിലോട്ട് വരിക. അതിനുശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് QR കോഡ് ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയായിട്ട് നിങ്ങളുടെ QR കോഡ് കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ UPI ID കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു 3 ഡോട്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ സെറ്റ് എമൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് എത്ര രൂപയാണോ തരാനുള്ളത് ആ ഒരു എമൗണ്ട് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത ശേഷം ഓക്കെ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴത്തായിട്ട് ഷെയർ QR കോഡ് എന്ന് കാണാൻ സാധിക്കും. അത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വാട്സപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് അവൻ്റെ ആ ഒരു ഗൂഗിൾ പേയിൽ ഇതുപോലെ ആ ഒരു എമൗണ്ടാണ് ഓട്ടോമാറ്റിക്കലി പേയ്മെൻറ്റിൻ്റെ സെക്ഷനിലോട്ടാണ് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ 987 രൂപയാണ് ഞാൻ ചെയ്യാനുള്ളത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു QR കോഡ് ഫ്രണ്ട് സ്കാൻ ചെയ്യുന്നതോടു കൂടി നേരെ ഒരു UPI പിൻ നമ്പർ മാത്രം എൻ്റർ ചെയ്താൽ മതി. ആ ഒരു സെറ്റിങ്ങിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റ് എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ അപ്ലോഡ് ഫ്രം ഗാലറിയിൽ നിന്ന് കൊടുത്തിട്ട് ഞാൻ തന്നെ കാണിച്ചു തരികയാണ്. എൻ്റെ ഗൂഗിൾ പേയിൽ തന്നെ ഞാൻ കാണിച്ചു തരുന്നത് കണ്ടോ. ഇതുപോലെ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ആ ഒരു പേജിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റ് എമൗണ്ട് എത്രയാണ് തരാനുള്ളത് അപ്പോൾ ആ ഒരു എമൗണ്ട് അയച്ചിട്ട് അതിൻ്റെ QR കോഡ് അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5-10 കുറച്ചൊന്ന് റൗണ്ട് ആക്കിയിട്ടൊക്കെ ചിലപ്പോൾ അയച്ചു തന്ന് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ട്രിക്കും കൂടി നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് കൂടെയൊക്കെ നിങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഹോട്ടലിലൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ആ ഒരു എമൗണ്ട് നിങ്ങളാണ് പേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് ഇപ്പോൾ 500 രൂപയാണ് അവിടെ പേയ്മെൻറ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു കൊടുത്തു. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്സിനൊക്കെ നിങ്ങളിതിലേക്ക് ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. സ്പ്ലിറ്റ് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് ഗ്രൂപ്പിൻ്റെ ഒരു നെയിം കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മെമ്പേഴ്സ് മാത്രമായിട്ടൊരു ഗ്രൂപ്പ് സെറ്റിലാവും. അതിനുശേഷം എത്രയാണോ എമൗണ്ട് വന്നിട്ടുള്ളത് 500 ആണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ട എമൗണ്ട് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ 4 ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ 500 രൂപ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ 3 ആളുകളെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഞാൻ തന്നെയാണ്, പിന്നെ 2 ആൾക്കാർ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഓരോരുത്തരും കൊടുക്കേണ്ട എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് താഴത്തായിട്ട്
സെൻഡ് റിക്വസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഇത് ഗൂഗിൾ പേയിൽ നിന്ന് റിക്വസ്റ്റ് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് റിമൈൻഡറും അയക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് UPI പിൻ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എങ്ങനെയുണ്ട് ഈ ഒരു 3 അപ്ഡേറ്റ്സുകളും 3 ട്രിക്കുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.